ഹായ് എവരിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വിഭാഗത്തിൽ വരുന്ന സ്റ്റുഡൻറ്റ്സ് ലോഗിൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റുകൾ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റുകൾ പരിശോധിക്കാം. ജൂൺ 17 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് കൊടുത്ത അപേക്ഷയിൽ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത അപേക്ഷയിൽ നിങ്ങൾക്ക് കോളേജുകൾ, കോഴ്സുകളൊക്കെ മാറ്റം വരുത്തുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും നിങ്ങളുടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ജൂൺ 17 വരെ തന്നെ. അന്ന് വൈകുന്നേരം 3 മണി വരെ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ പേരോ ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ അതൊന്നും നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ കഴിയില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ കഴിയുക. ഓക്കെ, അങ്ങനെയുള്ളൊരു എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനു വേണ്ടി സ്റ്റുഡൻറ്റ്സ് ലോഗിൻ വഴി നിങ്ങൾക്ക് എഡിറ്റ് അല്ലെങ്കിൽ അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ് നിങ്ങൾ പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് അറിഞ്ഞിരിക്കൽ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ടൊരു പേപ്പറിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, എഡിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ എഡിറ്റ് ചെയ്തു, അതിനുശേഷം പുതിയ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോടു കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാവുന്നത്. അതെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാവുകയില്ല. അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ളവരുടെ അലോട്ട്മെൻറ്റ് പിന്നീട് റെഗുലർ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീടായിരിക്കും അവരുടെ അപേക്ഷ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അങ്ങനെയാണ് മാത്രമേ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ വ്യത്യാസം വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അലോട്ട്മെൻറ്റിലേക്കുള്ളൊരു ട്രയലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ്. ഈ ഒരു കോളേജിൽ നിങ്ങൾ ചേരണമെന്നോ അഡ്മിഷൻ എടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമാണ്. അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് മെയിനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷനൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.